പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് വളരെ നന്ദി. അപ്പോൾ ഞാനിങ്ങനെ രാവിലെ ഇങ്ങനെ പോകുന്ന സമയത്ത്, കമ്പനിയിലോട്ട് പോകാൻ ഇറങ്ങിയ സമയത്ത് വിചാരിച്ചെന്നൊരു വീഡിയോ ഞാൻ താമസിക്കുന്ന ബിൽഡിംഗ് മുതൽ അങ്ങ് കമ്പനി വരെ ഒന്ന് ഷൂട്ട് ചെയ്യാം. വളരെ വലിയ ദൂരമൊന്നുമില്ല, നമ്മളോടൊപ്പം വളരെ അടുത്താണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ദമാമു ഇങ്ങനെ പോകുന്ന സമയത്ത് ദമാം മുതൽ ഫസ്റ്റ് ഇൻഡസ്ട്രി വരെ നമുക്ക് പോകുന്ന ഒരു ഡിസ്റ്റൻസാണ് അവിടെ. അപ്പോൾ ഞങ്ങളതിനൊരു ഓവർ ബ്രിഡ്ജ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയൊരു പാലത്തിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ വളരെ അടുത്ത കാലത്തിലാണ് ഇങ്ങനെ യൂട്യൂബിനകത്ത് വീഡിയോസ് ഇങ്ങനെ ഇടാറുള്ളത്. പക്ഷേ ഷോർട്സിൽ കൂടെ നമുക്ക് കുറേ എനിക്ക് പുതിയ സബ്സ്ക്രൈബറെ കിട്ടി. അതിൻ്റെ 100 സബ്സ്ക്രൈബർ എനിക്ക് 370 സബ്സ്ക്രൈബറോളം ആയി 2 മാസത്തിനുള്ളിൽ. അപ്പം ഞാൻ പിന്നെ നമുക്ക് കിട്ടുന്ന സമയത്തിനുള്ളിൽ നമ്മൾ കുറേ ആൾക്കാരെയൊക്കെ ഇങ്ങനെ അവർക്ക് കമൻ്റൊക്കെ കൊടുക്കാറുണ്ട്. പലപ്പോഴും സമയം കിട്ടാറില്ല. ചിലപ്പോൾ നമ്മൾ പോയിട്ട് 6 മണി വരെ ഡ്യൂട്ടിയാണ്, ചിലപ്പോൾ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ചിലപ്പോൾ ലേറ്റായിട്ട് ജസ്റ്റ് വർക്ക് കഴിഞ്ഞിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ ഓരോ ബിൽഡിങ്ങുകൾ, അതുപോലെ നല്ല നല്ല IT പാർക്ക്, അതുപോലെ തന്നെ അവിടുത്തെ ഈ പറഞ്ഞുകൊണ്ട് അവിടെ വലിയ ബിൽഡിങ് കാണുന്നതിന് തൊട്ടപ്പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബ്രിഡ്ജിന് താഴ്വശത്ത് കൂടെ നമ്മുടെ ട്രെയിൻ പോകുന്നുണ്ട്. ഇവിടുന്ന് നമുക്ക് റിയാദ് വരെ പോകാനുള്ള ട്രെയിൻ സൗകര്യം ഉണ്ട്. ഇവിടുത്തെ ട്രെയിൻ എന്ന് പറഞ്ഞാൽ കോച്ചുകളുടെയൊക്കെ എണ്ണം വളരെ കുറവായിരിക്കും, പക്ഷേ ഫുൾ AC, നല്ല വൃത്തിയുള്ള കോച്ചുകളും കാര്യങ്ങളുമാണ്. അങ്ങനെ നമ്മളിപ്പം റെയിൽവേ ക്രോസ് ഇപ്പോൾ ഇതാണ്, ഇതിൻ്റെ താഴെ കൂടാണ് ട്രെയിൻ പോകുന്നത്. വല്ലപ്പോഴും അങ്ങനെ ട്രെയിൻ നമ്മുടെ അടുത്തിൻ്റെ കൂട്ട് പെട്ടെന്നൊന്നും ട്രെയിനില്ല. അങ്ങനെ ആ റെയിൽവേ ക്രോസും കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കൊരു സിഗ്നലാണ്. ആ സിഗ്നൽ കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ അടുത്ത് എത്തിച്ചേരണം. അപ്പോൾ ഇതിനകത്ത് എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് വോയിസ് ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ യൂട്യൂബിനകത്ത് തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. വലിയ എഡിറ്റിങ് ഒന്നും നമുക്ക് അത്ര വലിയ എഡിറ്റിംഗ് ഒന്നും ചെയ്യാറില്ല. പിന്നെ ഇതിനകത്തൊന്നും അങ്ങനെ മറ്റ് വീഡിയോസുകൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ചിരിക്കാനുള്ളൊക്കെ വീഡിയോകളാണ് ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് നമുക്ക് വലിയ വീഡിയോസൊന്നും സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യാനായിട്ടുള്ള പറ്റാറുമില്ല, സമയം കിട്ടാറില്ല.